നമസ്കാരം. ഇന്ന് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തൊരു തിരക്കഥയാണ് എഴുതിയിട്ടുള്ളത്. ഇത് ചരിത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു ക്യാരക്ടറിനെ എടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിക്ഷണൽ വേൾഡിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഗവർണറെ പറ്റി കേൾക്കുമ്പോഴും സാമൂതിരിയെ പറ്റി കേൾക്കുമ്പോഴും ഒക്കെ ഇതേത് ചരിത്രം, ഇതേത് ഹിസ്റ്ററി എന്ന് വിചാരിക്കരുത്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഫിക്ഷനാണ്. ഇതിലെ കഥാസന്ദർഭങ്ങളും ഫിക്ഷനാണ്. ഇത് വളരെ ചെറിയൊരു സ്ക്രീൻ പ്ലേ ആണ്. അതായത് ഒരു ഷോർട്ട് ഫിലിം എന്ന രീതിയിൽ, അല്ലെങ്കിൽ വലിയൊരു സിനിമയുടെ ഒരു പ്രൊമോ വീഡിയോ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു മോഡ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു തിരക്കഥയാണ്. സോ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇത് കേട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ദീർഘിപ്പിക്കാതെ തിരക്കഥയിലേക്ക് പോകാം. സീൻ 1. എക്സ്റ്റീരിയർ കടൽ തീരം, വൈകുന്നേരം. സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അന്തരീക്ഷമാകെ ചുവന്ന നിറത്തിലാണ്. കടൽ തീരത്ത് ഒരുപാട് പേർ മരിച്ചു കിടക്കുന്നത് കാണാം. യുദ്ധക്കപ്പലുകളുടെ അവശിഷ്ടങ്ങളും കരയ്ക്കടിഞ്ഞിട്ടുണ്ട്. മൃതദേഹങ്ങൾക്ക് നടുവിൽ ഒരാൾ തല കുമ്പിട്ട് ഇരിക്കുന്നു. മുഖം വ്യക്തമല്ല. യോദ്ധാവിൻ്റെ വേഷം. അയാൾ കഴുത്തിൽ നിന്നും ഒരു ചരടുമാല പൊട്ടിച്ചു മെല്ലെ തിരയിലേക്ക് ഒഴുക്കിവിടുന്നു. കടലിൻ്റെ നേർക്ക് അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ച് തല കുമ്പിട്ടിരുന്നു. അയാളുടെ തോളിൽ ഒരു പരുന്ത് വന്നിരിക്കുന്നുണ്ട്. അതേസമയം അവിടെ മൃതദേഹങ്ങൾക്കിടയിൽ നിന്നും കുറച്ച് പ്രായമുള്ള ഒരാൾ മെല്ലെ വേച്ച് എണീറ്റു. അയാളാണ് രാമൻ തമ്പി. ദേഹമാസകലം മുറിവുകളാണ്. കുറച്ച് ദൂരെ കടലിൻ്റെ നേർക്ക് തിരിഞ്ഞിരിക്കുന്ന യോദ്ധാവിനെ കണ്ടതും അയാളുടെ മുഖം തെളിഞ്ഞു. അയാൾ മുറിവുകൾ വകവയ്ക്കാതെ യോദ്ധാവിനടുത്തേക്ക് നടന്നു. യോദ്ധാവിനടുത്തെത്തിയതും അയാൾ വേച്ച് നിലത്ത് വീണു. എങ്കിലും അവശതയോടെ മുഖമുയർത്തി അയാൾ ഇടറുന്ന ശബ്ദത്തോടെ, "കുഞ്ഞാലി." ഇത് പറയുമ്പോൾ ആ യോദ്ധാവ് കണ്ണു തുറക്കുന്നത് കാണിക്കുന്നു. മുഖം വ്യക്തമാകുന്നു. അതേസമയം കടൽ ആർത്തിരമ്പുകയാണ്. സീൻ 2. എക്സ്റ്റീരിയർ കൊച്ചിൻ ഫോർട്ട്, നൈറ്റ്. പോർച്ചുഗീസ് പട്ടാളത്തിൻ്റെ കോട്ടയുടെ ആകാശ ദൃശ്യം കാണിക്കുന്നു. നിറയെ പട്ടാളക്കാരും വാച്ച് പോസ്റ്റുകളുമാണ്. സീൻ 2A. ഇൻറ്റീരിയർ കൊച്ചിൻ ഫോർട്ട്. കോട്ടയുടെ ഉള്ളിലൂടെ കമാൻഡർ ഗ്യാസ്പർ ഡി മെലോ നടക്കുന്നു. ഒപ്പം മറ്റ് പോർച്ചുഗീസ് പട്ടാളക്കാരുമുണ്ട്. അകത്ത് ഗവർണറുടെ റൂമിലേക്ക് ഗ്യാസ്പർ കയറി ചെന്നു. അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന വലിയൊരു മാപ്പിലേക്ക് നോക്കിക്കൊണ്ട് ഗവർണർ കബ്രാൾ നിൽക്കുന്നു. ഗ്യാസ്പർ അയാളെ കണ്ടതും സല്യൂട്ട് ചെയ്തു. എന്നിട്ട് ഗ്യാസ്പർ ആദരവോടെ, "അറ്റ് യുവർ കമാൻഡ് ഗവർണർ." അത് കേട്ട് കബ്രാൾ തിരിഞ്ഞു. മുഖത്ത് അത്ര സന്തോഷമില്ല. അയാൾ അവിടെയുള്ള വലിയ മേശയുടെ അടുത്തുള്ള കസേരയിലിരുന്നു. മദ്യം 2 ഗ്ലാസ്സിൽ പകർത്തി. അപ്പോൾ ഗ്യാസ്പർ, "ദ സീസ് ആർ കാം അഗെയിൻ, ദി വാർ ഈസ് ഓവർ." അത് കേട്ട് കബ്രാൾ ഒരു ഗ്ലാസ് മദ്യം ഗ്യാസ്പറിൻ്റെ അടുത്തേക്ക് നീക്കി വെച്ചു. എന്നിട്ട് കബ്രാൾ, "ഡ്രിങ്ക്." അത് കേട്ട് ഗ്യാസ്പർ അടുത്തേക്ക് ചെന്ന് ആ ഗ്ലാസ്സിൽ നിന്നും മദ്യം സിപ്പ് ചെയ്യുന്നു. ഗവർണറിൻ്റെ മുഖത്തെ വാട്ടം കമാൻഡർ ശ്രദ്ധിക്കുന്നു. എന്നിട്ട് ഗ്യാസ്പർ, "വൈ ദ ഗ്ലൂം അപ്പോൺ യു ഗവർണർ? വിക്ടറി ഈസ് ഔഴ്സ്. കുഞ്ഞാലി ഹാസ് ഫാലൻ." അപ്പോൾ കബ്രാൾ, "ദെൻ ഷോ മീ ഹിസ് ഹെഡ്." അത് കേട്ട് ഗ്യാസ്പറിന് മറുപടി ഉണ്ടായില്ല. അപ്പോൾ കബ്രാൾ, "ഹീ ഈസ് നോട്ട് ഫാലൻ അൻറ്റിൽ ഹീ ഈസ് ഡെഡ്." ഗ്യാസ്പർ ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ കബ്രാൾ, "ഹിസ് ഹെഡ് കമാൻഡർ. സ്കൗർ ദ സീ അൻറ്റിൽ ഇറ്റ് ഈസ് ഫൗണ്ട്." അപ്പോൾ ഗ്യാസ്പർ, "ഹിസ് ഹെഡ് വിൽ ബി യോഴ്സ് ഗവർണർ. ഐ സ്വെയർ ബൈ മൈ വേർഡ്സ്." അത് കേട്ട് ചേഴ്സ് പറയുന്ന മട്ടിൽ ഗ്ലാസ് ഉയർത്തി കബ്രാൾ മദ്യം സിപ്പ് ചെയ്യുന്നു. അവിടെ ഭിത്തിയിലെ മാപ്പിലേക്ക് സൂം ആകുമ്പോൾ യുദ്ധം നടന്ന ഭാഗം കബ്രാൾ മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അതിനടുത്തായി ചെറിയ ചെറിയ ദ്വീപുകളും കാണാം. സീൻ 3. എക്സ്റ്റീരിയർ ഐലൻഡ് സംവെയർ ഇൻ ദി ഓഷ്യൻ, നൈറ്റ്. കടൽ തീരത്ത് ഒരിടത്ത് തീ കൂട്ടിയിരിക്കുന്നത് കാണാം. അതിനടുത്ത് രാമൻ തമ്പിയും കുഞ്ഞാലിയും ഇരിക്കുന്നു. കുഞ്ഞാലി ഒരു വെള്ള തുണിയിൽ എന്തോ എഴുതുകയാണ്. തമ്പി അത് നോക്കിയിരുന്നു. അപ്പോൾ തമ്പി, "പറങ്കികളിനി ചരക്ക് കടത്തിൻ്റെ എണ്ണം കൂട്ടും. നാഥനില്ലാത്ത കടലിൽ ഇനി എന്തും ആകാമല്ലോ." കുഞ്ഞാലി ആ തുണി ചുരുട്ടി അയാളുടെ പരുന്തിൻ്റെ കാലിൽ കെട്ടുന്നു. അപ്പോൾ തമ്പി, "ആൾബലമില്ലാതെ ഒറ്റപ്പെട്ട സ്ഥിതിക്ക് സാമൂതിരി നമുക്ക് വേണ്ടി പറങ്കികളെ വെറുപ്പിക്കുമോ? സഹായം പ്രതീക്ഷിക്കാമോ?" അത് പറയുമ്പോൾ അയാളുടെ മുന്നിലൂടെ പരുന്ത് ചിറകടിച്ച് ദൂരേക്ക് പറക്കുന്നു. അപ്പോൾ കുഞ്ഞാലി, "തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എനിക്കൊപ്പം നിന്നവരുടെ ചോരയാ ഇന്നെൻ്റെ കാൽ കീഴിലടിഞ്ഞത്.
സാമൂതിരിക്കത് മനസ്സിലാകും. അപ്പോൾ തമ്പി, അതൊക്കെ ശരി തന്നെ, പക്ഷേ... പെട്ടെന്ന് കുഞ്ഞാലി ഒന്നും പറയണ്ട എന്ന മട്ടിൽ കൈ കാണിക്കുന്നു. അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. തമ്പി അത് നോക്കിയിരിക്കുകയാണ്. സീൻ 4, ഇൻറ്റീരിയർ കൊച്ചിൻ ഫോർട്ട്. കുറേ സമയത്തിന് ശേഷം ഗ്യാസ്പർ ഒരു മുറിയിൽ വലിയൊരു മാപ്പിന് മുന്നിൽ നിൽക്കുന്നു. മുന്നിൽ ഒരുപാട് പോർച്ചുഗീസ് മിലിറ്ററി ക്യാപ്റ്റൻസ് നിൽക്കുന്നുണ്ട്. വലിയ വിളക്കുകളുടെ വെളിച്ചമാണ് അവിടെയുള്ളത്. ഗ്യാസ്പർ യുദ്ധം നടന്ന സ്ഥലം ചൂണ്ടി കാണിക്കുന്നു. എന്നിട്ട് ഗ്യാസ്പർ, ഹിയർ, ദിസ് ഈസ് വെയർ ദി വാർ റേജ്ഡ്, ബട്ട് ഹിസ് ബോഡി ഈസ് നോട്ട് എമംഗ് ദ ഡെഡ്. അയാൾ അടുത്തുള്ള ദ്വീപുകൾ കാണിക്കുന്നു. എന്നിട്ട് ഗ്യാസ്പർ, ദീസ് ഐലൻഡ്സ് വിൽ ഹൈഡ് ഹിം, സെർച്ച് ദം, എവറി റോക്ക്, എവറി ട്രീ, എവറി കോർണേഴ്സ്, ബ്രിം ഹിം ഔട്ട്. എല്ലാവരും ആജ്ഞയോടെ കേട്ട് നിൽക്കുകയാണ്. അവിടുന്ന് കട്ടാകുന്നു. സീൻ 5, ഇൻറ്റീരിയർ സാമൂതിരീസ് പാലസ്. സാമൂതിരി അയാളുടെ കോട്ടയുടെ അറയിൽ കുഞ്ഞാലി അയച്ച ദൂത് വായിക്കുകയാണ്. ഒരുതരം ഭയമാണ് മുഖത്ത്. അടുത്തായി പരുന്ത് ചിറക് വിരിച്ചു നിൽക്കുന്നു. അപ്പോൾ ഗ്യാസ്പറിൻ്റെ വോയിസ് ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. എനി ഹൂ ഹാർബർ ഹിം, കിൽ ദം. എനി ഹൂ ഷെൽട്ടർ ഹിം, ബേൺ ദം ഔട്ട്. കുഞ്ഞാലീസ് ഹെഡ് വിൽ ബി മൈൻ, ഈവൻ ഇഫ് ദ സീസ് ദംസെൽഫ് റൈസ് അഗെയിൻസ്റ്റ് അസ്. സീൻ 6, എക്സ്റ്റീരിയർ ഐലൻഡ് മോർണിംഗ്. നിറയെ കാക്കകളുടെ ശബ്ദം കേട്ട്, ആ ഒരു ബഹളം കേട്ട് തമ്പി കണ്ണു തുറക്കുന്നു. നേരം പുലർന്നിരുന്നു. തമ്പി പെട്ടെന്ന് ചാടി എണീറ്റു. അവിടെ ദൂരെ നിന്നും ഒരു കപ്പൽ ദ്വീപിന് നേർക്ക് വരുന്നുണ്ട്. തമ്പി ആകെ ഭയന്നു. അയാൾ വെപ്രാളത്തോടെ ചുറ്റിനും നോക്കി. അവിടെ പിന്നിലായി വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് കുഞ്ഞാലി സൂക്ഷ്മദർശിനി കൊണ്ട് കപ്പലിനെ നോക്കുകയാണ്. കപ്പലിൻ്റെ മുൻഭാഗത്ത് നിൽക്കുന്നത് സാമൂതിരിയുടെ വലങ്കൈയായ വടക്കൻ കുറുപ്പാണ്. ആപത്തൊന്നുമില്ല എന്ന മട്ടിൽ കുഞ്ഞാലി താഴെ നിൽക്കുന്ന തമ്പിയെ നോക്കുന്നു. തമ്പി വീണ്ടും കപ്പലിനെ നോക്കി. സീൻ 8, എക്സ്റ്റീരിയർ സീ. കുഞ്ഞാലിയും തമ്പിയും കപ്പലിന് നേർക്ക് നീന്തുകയാണ്. കപ്പൽ കുറച്ച് ദൂരെയായി നങ്കൂരമിട്ട് നിൽക്കുന്നു. കപ്പലിൽ നിന്നും നീണ്ട കയറ് കടലിലേക്ക് നീട്ടിയിട്ടിട്ടുണ്ട്. കുഞ്ഞാലിയും തമ്പിയും അതിൽ പിടിച്ച് കപ്പലിലേക്ക് കയറുന്നു. മുകളിലെത്തിയ കുഞ്ഞാലിയെയും തമ്പിയെയും കുറുപ്പ് കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. രണ്ടുപേരും അവശതയോടെ ഇരിക്കുകയാണ്. കുറുപ്പ് വെള്ളം നിറച്ച ചെറിയ സഞ്ചി പോലെയുള്ള ഒന്ന് കുഞ്ഞാലിക്ക് നേരെ നീട്ടി. കുഞ്ഞാലി വെള്ളം കുടിക്കുന്നു. അപ്പോൾ കുറുപ്പ്, വടക്കും കിഴക്കുമായിട്ട് കടൽ മൊത്തം പറങ്കികളാ. അപ്പോൾ തമ്പി, അവർക്കെന്തെങ്കിലും സൂചന? അപ്പോൾ കുറുപ്പ്, ഇതുവരെ ഇല്ല. ഇത് പറങ്കിപ്പട കടത്തിന് അധികാരം എഴുതി തന്നിട്ടുള്ള കപ്പലാണ്. അവർക്ക് സംശയമൊന്നും ഉണ്ടാകില്ല. അപ്പോൾ തമ്പി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കുറുപ്പ്, അകത്തേക്കിരിക്കാം. കുറുപ്പ് അകത്തേക്ക് നടക്കുന്നു. ഒപ്പം കുഞ്ഞാലിയും തമ്പിയും അകത്തേക്ക് കയറി. അകത്ത് നിറയെ ധാന്യങ്ങളുടെ ചാക്കുകെട്ടാണ്. അവിടെ വന്ന് നിൽക്കേണ്ട താമസം പിന്നിൽ നിന്നും കുറുപ്പ് കുഞ്ഞാലിയുടെ നേർക്ക് തോക്ക് ചൂണ്ടി. കുഞ്ഞാലി തിരിഞ്ഞവനെ നോക്കി. തമ്പി ഭയന്ന് നിൽക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം ചാക്കുകെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു കൂട്ടം പറങ്കി പട്ടാളക്കാർ തോക്കുമായി പുറത്തേക്ക് വന്ന് അവരെ വളഞ്ഞു. തമ്പി ഭയന്നു. അയാൾ ഭയന്ന് കുഞ്ഞാലിയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ തമ്പി ഭയത്തോടെ, സാമൂതിരിയെ വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്തായി? പറങ്കികൾക്ക് ഒറ്റ കൊടുത്തില്ല അയാൾ. അവിടുന്ന് കട്ടാകുന്നു. സീൻ 9, എക്സ്റ്റീരിയർ സീ. ഇതേ സമയം സഞ്ചരിക്കുന്ന കപ്പലിൻ്റെ അടുത്തേക്ക് നിറയെ പട്ടാളക്കാരുമായി 5ഓളം കപ്പലുകൾ വരുന്നു. അതായത് പറങ്കികളുടെ കപ്പലുകൾ. അതിൽ ഒന്നിൽ മുന്നിലായി കമാൻഡർ ഗ്യാസ്പർ നിൽക്കുന്നു. ഗ്യാസ്പർ നിൽക്കുന്ന കപ്പൽ കുറുപ്പിൻ്റെ കപ്പലിനോട് ചേർന്ന് സഞ്ചരിക്കുന്നു. അപ്പോൾ പട്ടാളം കപ്പലിൽ നിന്ന് മറ്റേ കപ്പലിലേക്ക് നടക്കാൻ പാലം പോലെ ഒന്ന് രണ്ടിലുമായി ഘടിപ്പിക്കുന്നു. അതിലൂടെ ഗ്യാസ്പർ നടന്ന് കുറുപ്പിൻ്റെ കപ്പലിലേക്ക് കയറി. ഒപ്പം ആ കപ്പലിൻ്റെ ക്യാപ്റ്റനുമുണ്ട്. അയാൾ അകത്തെ അറയിലേക്ക് നടക്കുന്നു. സീൻ 9A, ഇൻറ്റീരിയർ ഷിപ്പ്. ഉള്ളിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്ന പട്ടാളക്കാരുടെ നടുവിൽ കുഞ്ഞാലിയും തമ്പിയും നിൽക്കുകയാണ്. കുറുപ്പ് അതേപോലെ തന്നെ തോക്കുമായി നിൽക്കുന്നുണ്ട്. അവിടേക്ക് നടന്നു വന്ന ഗ്യാസ്പറിനെ കണ്ടതും കുറുപ്പ് തോക്ക് താഴ്ത്തി. ഗ്യാസ്പർ കുഞ്ഞാലിയെ കണ്ട് ചിരിച്ചു. എന്നിട്ട് ഗ്യാസ്പർ ചിരിച്ചുകൊണ്ട്, ഫൈനലി ദ ഗ്രേറ്റ് കുഞ്ഞാലി ഈസ് കോട്ട്. ദിസ് ടൈം ഡെസ്റ്റിനി ഇറ്റ് സെൽഫ് ലാവ്സ് ആൻഡ് യു കനോട്ട് എസ്കേപ്പ്. അവിടുന്ന് കട്ടാകുന്നു. സീൻ 10, എക്സ്റ്റീരിയർ സാമൂതിരീസ് പാലസ്
സെയിം ടൈം സാമൂതിരിയുടെ കൊട്ടാരത്തിന് മുന്നിൽ ഒരുപാട് ജനങ്ങൾ കൂടി നിൽക്കുന്നു. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം കടലാണ്. അപ്പോൾ സാമൂതിരിയുടെ പടയാളി, നിങ്ങൾ പിരിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ വന്നതുപോലെ തിരിച്ചു പോകാൻ കഴിയില്ല. അപ്പോൾ നാട്ടുകാരിൽ ഒരാൾ, കൈയല്ല തല പോയാലും സാമൂതിരിയെ കാണാതെ ഞങ്ങൾ തിരിച്ചു പോവില്ല. അപ്പോൾ മറ്റൊരാൾ, കുഞ്ഞാലി ഞങ്ങൾക്ക് ദൈവമായിരുന്നു, ആ ദൈവത്തിന് കടലിൽ അടിതെറ്റിയപ്പോൾ തുണയ്ക്ക് നിൽക്കാൻ സാമൂതിരിക്ക് കഴിയാതിരുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയണം. അത് പറഞ്ഞതും എല്ലാവരും പെട്ടെന്ന് നിശബ്ദരാകുന്നു. അവർക്ക് മുന്നിൽ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലേക്ക് സാമൂതിരി നടന്നു വരുന്നു. അയാൾ എല്ലാവരെയും നോക്കുന്നു. ആരും ഒന്നും പറയുന്നില്ല. ആൾക്കൂട്ടത്തിൽ നിറ കണ്ണുകളോടെ പ്രതീക്ഷയറ്റ മുഖത്തോടെ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അവളാണ് ആമിന ബീവി. സാമൂതിരിയുടെ ശ്രദ്ധ അവളിലേക്കായി. കട്ടാകുന്നു സീൻ 9B തുടർച്ച. ഇൻറ്റീരിയർ ഷിപ്പ്. ഗ്യാസ്പർ പറയാണ്, ഓൾ മെൻ സെർവ് മീ, നോ വൺ ഡെയർ സ്റ്റാൻഡ് വിത്തൗട്ട് മൈ കമാൻഡ്. കുഞ്ഞാലി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഗ്യാസ്പർ, കം, ഐ ഹാവ് എ സർപ്രൈസ് പ്രിപ്പയർഡ് ജസ്റ്റ് ഫോർ യു. ഗ്യാസ്പർ കുഞ്ഞാലിയെയും കൊണ്ട് അറയ്ക്ക് പുറത്തേക്കിറങ്ങി. കപ്പലിൻ്റെ മുൻഭാഗത്തേക്ക് കുഞ്ഞാലിയെയും തമ്പിയെയും കൊണ്ടുവരുന്നു. കപ്പൽ കൊച്ചിൻ പോർട്ടിനോട് അടുക്കാറായിരുന്നു. പട്ടാളക്കാരുടെയും കച്ചവടക്കാരുടെയുമായി നിറയെ കപ്പലുകൾ അവിടെ ഉണ്ട്, അതായത് ആ പോർട്ടിലുണ്ട്. മാത്രമല്ല അവിടെ പോർട്ടിൽ ഗ്യാസ്പർ കുഞ്ഞാലിയെയും കൊണ്ട് വരുന്നത് കാത്ത് കബ്രാൾ നിൽക്കുന്നു. ഒപ്പം ഒരു കൂട്ടം പട്ടാളക്കാരും അവിടെ ഉണ്ട്, അതായത് കരയിൽ. ഇവരുടെ ബോട്ട് വരുന്നതും കാത്ത് കരയിൽ ഗവർണർ കബ്രാളും നിറയെ പട്ടാളക്കാരും നിൽക്കുകയാണ്. കബ്രാൾ നോക്കി നിൽക്കുന്നത് കുഞ്ഞാലി കണ്ടു. കുഞ്ഞാലിയെ പട്ടാളം വളഞ്ഞിരിക്കുന്നത് കബ്രാളും കാണുന്നു. അപ്പോൾ ഗ്യാസ്പർ, യുവർ ക്രൗൺ, യുവർ പ്രൈഡ്, യുവർ ഹെഡ്, ഓൾ വിൽ ബൗ അറ്റ് ഹിസ് ഫീറ്റ്. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു സീൻ 10A. എക്സ്റ്റീരിയർ സാമൂതിരീസ് പാലസ്. സെയിം ടൈം. അപ്പോൾ സാമൂതിരി ഉറക്കെ പറയാണ് മുന്നിലെ ജനക്കൂട്ടത്തിനോട്, എന്താ ഇപ്പോൾ ആർക്കും ഒന്നും എന്നോട് ചോദിക്കാനില്ലേ? അത് കേട്ട് എല്ലാവരും ഭയന്ന് നിൽക്കുന്നു. എന്നാൽ ഏകദേശം കുറച്ച് നേരത്തെ ഒരു നിശബ്ദതയ്ക്ക് ശേഷം ഒരാൾ ഭയത്തെ വകവയ്ക്കാതെ മുന്നോട്ട് വരുന്നു. എന്നിട്ട് അയാൾ പറയാണ്, കുഞ്ഞാലി ചെയ്തു തന്നതൊക്കെ അങ്ങ് മറന്നോ? ഞങ്ങൾ മാത്രമല്ല, അങ്ങും അദ്ദേഹത്തോട് കടപ്പെട്ടിട്ടുണ്ട്. അത് കേട്ടതും ഒരു പടയാളി അയാളുടെ തല വെട്ടാനായി വാളൂരി. എന്നാൽ സാമൂതിരി കൈകൊണ്ട് അയാളെ തടഞ്ഞു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും മറ്റൊരാൾ, ഇന്നലെ കുഞ്ഞാലിയെ കടലിൽ പട്ടാളം വളഞ്ഞെന്നാണ് കേൾക്കുന്നത്. പട്ടാളം എല്ലാവരെയും വകവരുത്തിയെന്നും സംസാരമുണ്ട്. അപ്പോൾ വേറൊരാൾ, ആപത്ത് സമയത്ത് കുഞ്ഞാലി നമ്മളെ സംരക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് ഒരു ആപത്ത് വരുമ്പോൾ അങ്ങും സംരക്ഷണത്തിനുണ്ടാകും എന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ സാമൂതിരി, മതി. അത് കേട്ട് എല്ലാവരും നിശബ്ദരായി. എന്നിട്ട് സാമൂതിരി, കുഞ്ഞാലി തിരിച്ചു വരും. അത് കേട്ട് ആമിന മുഖമുയർത്തി അദ്ദേഹത്തെ നോക്കുന്നു. അയാളും അവളെ നോക്കുന്നുണ്ട്. അവിടുന്ന് കട്ടാകുന്നു സീൻ 11. എക്സ്റ്റീരിയർ സി. ഗ്യാസ്പർ ചിരിക്കുകയാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ കപ്പലിൻ്റെ ഇരുവശത്തുമുള്ള കുഴലുകളിൽ നിന്നും വെടിയുണ്ടകൾ ചീറി. ഇരുവശങ്ങളിലുമായി സഞ്ചരിക്കുന്ന പറങ്കി കപ്പലുകളുടെ വശങ്ങൾ തകർന്ന് വെള്ളം ഇരച്ച് കയറാൻ തുടങ്ങി. അതായത് ഈ കപ്പലിൻ്റെ രണ്ട് വശത്തു നിന്നും ഉള്ള പീരങ്കി തോക്കുകൾ കൊണ്ട് ഇരുവശത്തുമുള്ള കപ്പലിലേക്ക് ഷൂട്ട് ചെയ്യാണ് പറങ്കികളുടെ കപ്പലിന് നേർക്ക്. പോർട്ടിൽ നിന്ന് ഇത് കണ്ട കബ്രാളിൻ്റെ മുഖത്തെ ആ ഒരു ചിരി മാഞ്ഞു. അതേസമയം കപ്പലിലെ കുറുപ്പിൻ്റെ ആളുകൾ പട്ടാളക്കാരെ വകവരുത്തുന്നു. അത് കണ്ട് ഗ്യാസ്പർ കുഞ്ഞാലിക്ക് നേരെ വെടിയുതിർത്തെങ്കിലും കുഞ്ഞാലി വാളുകൊണ്ട് വെടിയുണ്ട തടയുന്നു. തോക്ക് മാറ്റി കുതിച്ച് ചാടിയ ഗ്യാസ്പർ കുറുപ്പിൻ്റെ ഒരു പടയാളിയെ അടിച്ചു വീഴ്ത്തി വാളെടുത്തു. ഇതേസമയം അവിടെ പോർട്ടിൽ കൂടിയിരുന്ന എല്ലാ ചരക്ക് കപ്പലുകളിൽ നിന്നും പറങ്കി പട്ടാളങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നു. മിന്നലാക്രമണം പറങ്കികൾക്ക് തടയാനായില്ല. അവരതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു സീൻ 10A കണ്ടിന്യൂസ്. എക്സ്റ്റീരിയർ സാമൂതിരിയുടെ പാലസ്. സെയിം ടൈം. അപ്പോൾ സാമൂതിരി പറയാണ്, കുഞ്ഞാലിക്ക് കൂട്ടായി എന്നും ഞാനുണ്ടാവും. അവിടുന്ന് കട്ടാകുന്നു സീൻ 5A കണ്ടിന്യൂസ്. അപ്പോൾ അവിടുന്ന് ഫ്ലാഷ് ബാക്കിലോട്ട് കട്ടാവുകയാണ്. ഇൻറ്റീരിയർ സാമൂതിരീസ് പാലസ് നൈറ്റ്. സാമൂതിരി കുഞ്ഞാലി അയച്ച ദൂത് വായിക്കുന്ന ദൃശ്യം കാണിക്കുന്നു. അതായത് ആ പരുന്തയച്ച ദൂത് ആദ്യം കുഞ്ഞാലി വായിക്കുന്ന ആ ഒരു സീനിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ സാമൂതിരിയുടെ ശബ്ദം വോയിസ് ഓവറായിട്ട് വരികയാണ്. എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ കുഞ്ഞാലിയോട് കടപ്പെട്ടിരിക്കും. അത് വായിക്കുമ്പോൾ മുന്നിൽ കുറുപ്പും നിൽക്കുന്നുണ്ട്. സാമൂതിരി ദൂത് താഴ്ത്തി. എന്നിട്ട് സാമൂതിരി കുറുപ്പിനോട് പറയാണ്, കുഞ്ഞാലി ആദ്യമായിട്ട് ചോദിക്കുന്ന സഹായമാണ്.
ജീവൻ കൊടുത്തും അത് നടത്തി കൊടുക്കണം. അപ്പോൾ കുറുപ്പ്, അങ്ങ് പറയും പോലെ. അപ്പോൾ സാമൂതിരി, കുഞ്ഞാലിയുടെ ആളുകളെയെല്ലാം പട്ടാളം വകവരുത്തി തിരിച്ച് 10ന് 100 കണക്ക് ചോദിക്കാൻ, പറങ്കി പടയെ കൂട്ടത്തോടെ ഒരുമിച്ച് കൂട്ടാൻ കുഞ്ഞാലി ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താണെന്ന മട്ടിൽ കുറുപ്പ് നെറ്റ് ചൊളിക്കുന്നു. അപ്പോൾ സാമൂതിരി, കുറുപ്പിന്ന് രാത്രി തന്നെ പറങ്കി കമാൻഡറെ കാണണം. അപ്പോൾ സാമൂതിരിയുടെ മുഖത്തേക്ക് സൂം ആവുന്നു. അതായത് ആ ഒരു ചീറ്റ് ബിട്രയൽ നടന്നു എന്നുള്ളത് ശരിക്കും കുഞ്ഞാലിയുടെ തന്നെ പ്ലാനായിരുന്നു. എന്തിന്? ഇത്രയും പട്ടാളക്കാരെ ഒരുമിച്ച് കൂട്ടാനായിട്ട്, ഇത്രയും ബോട്ടുകൾ ഒരുമിച്ച് കൂട്ടാനായിട്ട്. സീൻ 11A. എക്സ്റ്റീരിയർ സി. കടലിൽ കപ്പലുകൾ തമ്മിൽ വലിയ യുദ്ധം നടക്കുകയാണ്. കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് കുറുപ്പിൻ്റെ പടയാളികൾ ആടിത്തൂങ്ങി കയറുന്നു. പൊരിഞ്ഞ യുദ്ധമാണ് നടക്കുന്നത്. ഇതേസമയം കുറുപ്പിൻ്റെ കപ്പലിൽ കമാൻഡർ ഗ്യാസ്പറും കുഞ്ഞാലിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. കുഞ്ഞാലിയുടെ മരിങ്ങിനും വഴക്കത്തിനും മുന്നിൽ ഗ്യാസ്പറിന് അധിക നേരം പിടിച്ചു നിൽക്കാനായില്ല. കുറേ സമയം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ ഗുരുതരമായ പരിക്കുകളോടെ ഗ്യാസ്പർ അടിയറവ് പറഞ്ഞു. അയാൾ രക്തം വാർന്നുകൊണ്ട് കുഞ്ഞാലിക്ക് മുൻപിൽ മുട്ടുകുത്തി. ഗ്യാസ്പറിനൊപ്പം വന്ന ക്യാപ്റ്റനെ തമ്പി കൊലപ്പെടുത്തി. എന്നിട്ട് തമ്പി പറയാണ്, കൊല്ലു കുഞ്ഞാലി അവനെ. അപ്പോൾ കുഞ്ഞാലി വാളുമായി ഗ്യാസ്പറിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് കുഞ്ഞാലി, അദ്ദേഹം ഇംഗ്ലീഷിൽ പറയാണ്, വ്യക്തമാകാത്ത, അത്ര നോളജ് ഇല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. വാക്കുകൾ എണ്ണിയാണ് പറയുന്നത്. ദിസ് ഈസ് മൈ ലാൻഡ്, മൈ മെൻ, മൈ പീപ്പിൾ. അത് പറഞ്ഞുകൊണ്ട് കുഞ്ഞാലി വാളു വീശുന്നു. ഗ്യാസ്പറിൻ്റെ തല തെറിച്ച് കടലിലേക്ക് വീഴുന്നു. ഇത് സൂക്ഷ്മദർശിനിയിലൂടെ പോർട്ടിൽ നിന്ന് കബ്രാൾ നോക്കി കാണുകയാണ്. അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പറങ്കികളുടെ 10ഓളം കപ്പലുകൾ കടലിൽ തകർന്നു മുങ്ങി. കടൽ നിറയെ പട്ടാളക്കാരുടെ ജഡമാണ്, പറങ്കി പട്ടാളങ്ങളുടെ ഡെഡ് ബോഡിയാണ്. കുഞ്ഞാലിയും കബ്രാളും പരസ്പരം നോക്കി നിൽക്കുന്നു. അതായത് കുഞ്ഞാലി ആ കപ്പലിൽ നിന്നും അങ്ങോട്ടും പോർട്ടിലേക്കും, പോർട്ടിൽ നിന്ന് കബ്രാൾ ഇയാളെ നോക്കി നിൽക്കുകയാണ്. കബ്രാൾ നോക്കി നിൽക്കെ കുറുപ്പിൻ്റെ കപ്പലുകളെല്ലാം കടലിലേക്ക് ഉൾവലിഞ്ഞു. അവിടുന്ന് കട്ടാകുന്നു. സീൻ 10B. എക്സ്റ്റീരിയർ സാമൂതിരീസ് പാലസ്. സെയിം ടൈം. ആളുകളുടെ മുഖത്ത് നേരിയ പ്രതീക്ഷ കാണാം. അവരെല്ലാം ആമിനയെ നോക്കുന്നു. അപ്പോൾ ഒരു കുട്ടി മുന്നോട്ട് വരുന്നു. എന്നിട്ട് ആ കുട്ടി സാമൂതിരിയോട് ഉറക്കെ ചോദിക്കുകയാണ്, അപ്പോൾ കുഞ്ഞാലി ഉറപ്പായും തിരിച്ചു വരുമോ? അത് കേട്ട് സാമൂതിരി കടലിലേക്ക് നോക്കുന്നു. ആളുകൾ കൂടി നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗം കടലാണ്. അവിടെ കപ്പലുകളൊന്നുമില്ല. വലിയ മഴ പെയ്യാനെന്ന മട്ടിൽ കാർമേഘം ഇരുണ്ടു കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കട്ടാകുന്നു. സീൻ 12. എക്സ്റ്റീരിയർ കൊച്ചിൻ പോർട്ട്. കടൽ തീരത്ത് നിറയെ പറങ്കികളുടെ പട്ടാളക്കാരുടെ മൃതദേഹമാണ്. അതിന് നടുവിൽ കബ്രാൾ തല കുമ്പിട്ട് നിൽക്കുന്നു. അതായത് മുൻപ് തുടക്കത്തിൽ ഈ കുഞ്ഞാലി നിന്നതുപോലെ ഈ സീനിൽ കബ്രാൾ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സാമൂതിരിയുടെ ശബ്ദം വോയിസ് ഓവറായിട്ട് വരുന്നു. ഒപ്പം നിന്ന നാടിനും ഒഴുക്കിയ ചോരയ്ക്കും കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല കുഞ്ഞാലി. അപ്പോൾ ഒരു തിരമാലയിൽ ഗ്യാസ്പറിൻ്റെ തല ഒഴുകി വന്ന് കബ്രാളിൻ്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്നു. കബ്രാൾ കണ്ണുകൾ അടയ്ക്കുന്നു. ഇടിമിന്നലുകൾ ശക്തിയായി കേൾക്കാം. അതായത് ഇടിമിന്നലിൻ്റെ ശബ്ദം ശക്തിയായിട്ട് കേൾക്കാം. അവിടുന്ന് കട്ടാകുന്നു. സീൻ 13. എക്സ്റ്റീരിയർ സാമൂതിരീസ് പാലസ്. തുടർച്ച. സാമൂതിരിയുടെ കൊട്ടാരമുറ്റത്തു നിന്നും എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. ഈ ദൃശ്യം മുഴുവൻ സ്ലോ മോഷനിലാണ് കാണിക്കുന്നത്. ആമിന കടൽ തീരത്ത് കടലിലേക്ക് നോക്കിയിരിക്കുന്നു. വലിയ ഇടിയും മഴയും അടുത്തെത്തിയത് കണ്ട് പോകാനായി എണീറ്റെങ്കിലും ഒരു തിരയിൽ ഒഴുകി വന്ന എന്തോ ഒന്ന് കാലിൽ തട്ടിയത് കണ്ട് അവൾ നിന്നു. അത് തുടക്കത്തിൽ കുഞ്ഞാലി ഒഴുക്കിവിട്ട ആ ഒരു ചരടുമാലയാണ്. ഇതേ സമയം കൊട്ടാരത്തിൻ്റെ മുകളിലെ മട്ടുപ്പാവിൽ നിന്ന് സാമൂതിരിയും കടലിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആമിന അത് കയ്യിലെടുത്തു. അപ്പോൾ സാമൂതിരിയുടെ ശബ്ദം വോയിസ് ഓവറായിട്ട് വരികയാണ്. കടലിൽ ജാലവിദ്യ കാണിക്കുന്ന ആ മാന്ത്രികൻ തിരിച്ചു വരും. ആകാശത്ത് പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരിടി വെട്ടിയതും അവൾ കടലിലേക്ക് നോക്കുന്നു. തൊട്ടടുത്ത നിമിഷം ആകെ ഇരുട്ടാകുന്നു. ഫെയ്ഡ് ടു ബ്ലാക്ക്. ദി എൻഡ്. ഇവിടെ ഈ ഒരു തിരക്കഥ അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു തിരക്കഥ എന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു തിരക്കഥയുമായിട്ട് വീണ്ടും വരാം.